ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ മാതാവ് മക്കളായി നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുക. ഈ വചനഭാഗം ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയത പഠിപ്പിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുവാൻ, അവരെ മുറിപ്പെടുത്താതെ സുഖപ്പെടുത്തുവാനുള്ള കൃപയും ആത്മീയതയും ക്രിസ്തു പഠിപ്പിക്കുന്നു. നിന്റെ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ മാത്രമായിരിക്കുമ്പോൾ അവനോട് ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. അവൻ നിന്നെ ശ്രവിച്ചാൽ നീ അവനെ നേടി. എന്നിട്ട് അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ തന്നെ 2-3 സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ ആ തെറ്റ് തിരുത്താൻ പരിശ്രമിക്കുക. അവരെയും അവൻ അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക. സഭയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെ ആയിരിക്കട്ടെ. അതായത്, ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ നന്മയിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരൻ തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാനല്ലല്ലോ, എൻ്റെ പ്രശ്നമല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്കാകില്ല. നാം തെറ്റ് കണ്ടാൽ അത് തിരുത്തുവാൻ ബാധ്യതയുള്ളവരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. എന്നാൽ ആ ഉത്തരവാദിത്വത്തിൽ നാം എപ്പോഴും വിജയിക്കണമെന്നില്ല. ഓരോ വ്യക്തിയും സ്വതന്ത്രരാണ്. അവർക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ. ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ സുവിശേഷം. അത് നാം ചെയ്യണമെന്ന് ഓർപ്പെടുത്തുകയാണ്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്തതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവനെ മുറിവേൽപ്പിക്കാതെ, നിന്ദിക്കാതെ, അപമാനിക്കാതെ രഹസ്യമായി അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ തിരുത്താൻ മനസ്സാകുന്നെങ്കിൽ നീ വീണ്ടെടുത്തു എന്നാണ് സുവിശേഷം പറയുക. നമുക്ക് മറ്റുള്ളവരെ തിരുത്താൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും നാം തിരുത്തുന്നത് അവരെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, കുറവുകൾ പരസ്യമായി നാം പറയുകയോ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയോ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തുവെന്ന് ബോധ്യമുള്ള വ്യക്തി വീണ്ടും തെറ്റിലേക്ക് പോകുവാൻ സാധ്യതയേറെയാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ മനഃശാസ്ത്രം ശക്തിപ്പെടുകയോ ആ ഒരു സയൻസ് രൂപപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും ക്രിസ്തു എത്രയോ മനോഹരമായിട്ടാണ് മനഃശാസ്ത്രപരമായി സംസാരിക്കുക. ആരുടെയും മനസ്സ് മുറിവേൽപ്പിക്കാൻ നമുക്ക് അധികാരമില്ലെന്നും ആരെയും മുറിപ്പെടുത്തി ഒന്നും നേടാനാകില്ല എന്നും, മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും മനോഹരമായ പാത അത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നന്മയുടെയും പാതയാണെന്ന് ക്രിസ്തു ഓർപ്പെടുത്തി. മറ്റുള്ളവർക്ക് സങ്കടം നൽകാതെ അവരുടെ കുറവുകളെ തിരുത്താൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നമ്മൾ ഹൃദയപൂർവ്വം പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്നും ക്രിസ്തു ഉറപ്പ് നൽകുന്നു. 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മധ്യേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സുവിശേഷം ഉറപ്പുവരുത്തുന്നു. ഇതാണ് നമ്മുടെ ദൈവം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്ന ദൈവം. നാം ഒരുമയോടെ, കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അവൻ്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഹൃദയപൂർവ്വം പൊറുക്കാം. മറ്റുള്ളവരോട് കരുണയോടുകൂടി ഇടപെടാം. ക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കൂട്ടായ്മയിൽ ഒന്നായി നിൽക്കാം. കൂട്ടം തെറ്റിപ്പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയിലൂടെ, ക്ഷമയിലൂടെ, നന്മ നിറഞ്ഞ ഉപദേശങ്ങളിലൂടെ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ കൃപയുടെ തിരുഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.